Hey guys, welcome to Ali's vlog. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ കൾച്ചർ കുവൈറ്റ് സയൻറ്റിഫിക് സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ അല്പം ലെങ്തിയാണ്, കാരണം അത്രയ്ക്ക് കാണാനുള്ള ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. സയൻറ്റിഫിക് സെൻറ്ററും കൾച്ചറൽ സെൻറ്ററും കുവൈറ്റിൽ ഡിഫറൻ്റ് ആണ്. രണ്ടും സാൽമയിൽ തന്നെയാണ്. 10 കിലോമീറ്റർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എൻട്രൻസിൽ നമുക്കൊരു ടോക്കൺ കിട്ടും. 2 മണിക്കൂറിന് ഞങ്ങൾക്ക് 250 ഫിൽസേ ആയിട്ടുള്ളൂ. ജസ്റ്റ് ഇതുകൂട്ടത്തെ ഒരു ടോക്കണാണ്. ജസ്റ്റ് ഇതുപോലത്തെ ഒരു ടോക്കൺ തരും. അത് തിരിച്ചു പോകുമ്പോൾ നമുക്കിത് റിട്ടേൺ ഏൽപ്പിക്കാം. ഐഷുവിനെ നമ്മൾ ബേബി സ്റ്റോളറിലിരുത്തി ഇക്ക പാർക്ക് ചെയ്യാൻ പോയി. ഫിറോസിക്ക വെളിയിലൊരു അടിപൊളി ബീച്ച് സെറ്റപ്പ് ഉണ്ട്. നമുക്കത് യൂസ് ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റാണ്. പക്ഷേ വെളിയിൽ ടെമ്പറേച്ചർ ഹൈ ആയതുകൊണ്ട് ഞങ്ങൾ ഇൻസൈഡ് കയറുമ്പോൾ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഇമ്മ്യൂൺ ആപ്പും അല്ലെങ്കിൽ സിവിൽ ഐ ഡി വാക്സിനേറ്റഡ് ആയിരിക്കണം. നമ്മൾ അക്വേറിയം സെക്ഷൻ സെലക്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫീഡിങ് സെക്ഷൻ ഇന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഓരോ ദിവസവും നമ്മൾ ഇവിടെ ടിക്കറ്റ് ടോക്കൺ സെൻറ്ററിലാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ്. അഡൾട്ട്സിൻ്റെ ടിക്കറ്റ്സിന് 4 KD ആണ്, ചിൽഡ്രൻസ് 3 KD. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു തിമിംഗലത്തിൻ്റെ വായ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് വേസ്റ്റ് സീയിൽ നിന്ന് കളക്ട് ചെയ്താണ്. അത് അവരൊരു സ്ട്രക്ചറാക്കി വെച്ചിരിക്കുകയാണ്, ബാക്കിയുള്ളവർ ബോധവാന്മാരാക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. അഡൾട്ട്സ് ചൈൽഡിന് 3 KD, അഡൾട്ട്സിന് 4 KD വീതം. ഫോസിൽസ് ഓഫ് ട്രൈസ് ആനിമൽസ്. കുറച്ച് ഫിഷിൻ്റെയൊക്കെ ഷെല്ല്, വലിയ വലിയ ഫിഷിൻ്റെയൊക്കെ ഷെല്ല് കിട്ടിയതെല്ലാം ഇവിടെ എൻട്രൻസിൽ അവർ വെച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൊടുത്തു വെച്ചിട്ടുണ്ട്. വെളിയിൽ അക്വേറിയം സെക്ഷനിൽ കയറുന്നതിന് മുന്നേ ആണിത്. ഇതെല്ലാം വലിയ പണ്ട് കിട്ടിയ ഫിഷിൻ്റെയൊക്കെ സ്ട്രക്ചറും ഷെല്ലുമാണ്. നമ്മൾ എൻട്രൻസിൽ ടിക്കറ്റ് കാണിക്കുക, കളക്ട് ചെയ്യുക. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു 52 നമ്പർ ഒരു അക്വേറിയം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എഴുതാൻ പറ്റുമോ? ഹായ്, ഇതെന്തോ തെരണ്ടിയോ? തെരണ്ടിയോ തന്തോ? നമുക്കിതിനകത്ത് തൊടാനോ എടുക്കാനൊന്നും പറ്റത്തില്ല. 2-3 ഫിഷിൻ്റെ ഒരു സീ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് തെരണ്ടിവാല് 2-3 ഫിഷുകൾ ഇട്ട അക്വേറിയാണ്. അറബിയിൽ സ്റ്റിംഗ്റേ എന്ന് പറയുന്നൊരു ഫിഷാണ്, ലുക്കുമാന്നും പറയും. ഇതിന് പറ്റിയൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അതിനെ സംരക്ഷിക്കുകയാണ്. നാട്ടിലെ തെരണ്ടിവാലെന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു മീനാണ്. അതിൻ്റെ വാലൊക്കെ കണ്ടില്ലേ, കണ്ടോ? ഇതെന്തോ വവ്വാലും. അകത്തൊക്കെ ഒരു ഗുഹ കൂട്ടാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സ്കോളർ കേട്ടാലോ എനിക്ക്? ഇതെന്താണ് സംഭവം? അയ്യോ, പൂച്ച. അയ്യോ, പൂച്ച. ഒറിജിനൽ ആയിരിക്കത്തില്ല. അല്ല, ഇങ്ങനെ ചെയ്ത് ഒറിജിനൽ ആണോ? ഒറിജിനൽ പാറ് ഫിക്സ് ചെയ്തേക്കും അല്ലേ? ഒരു ഗുഹ കൂട്ടാണ് ഇതിനകത്ത് ഓരോ സ്ഥലത്തും ചെയ്ത് വെച്ചിരിക്കുന്നത്. ടച്ച് ചെയ്യരുതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് മേളിലോട്ടങ്ങനെ പോയിട്ടുണ്ടോ ഇനി? മേളിലിരിക്കുന്ന ഓന്ത് കണ്ട, ഓന്താണെന്ന് അറിയാത്തൊരൈറ്റം. ഇതിനെങ്ങനെ ഫീഡിങ് ആണെന്ന് തോന്നുന്നല്ലേ? ഇത് ഫീഡിങ് ആണ്. ഇത് വെള്ളം. അതുകൊണ്ട് നമ്മുടെ ഓന്തച്ഛൻ എഴുതുന്ന ചൂട് കാറ്റ് കൊള്ളുന്നുണ്ട്. തണുപ്പോ ചൂടോ? ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. കോമൺ നെയിം വെലി ഷെംലോൺ, സയൻറ്റിഫിക് ഷെംലോൺ ക്ലിപ്റ്റസ്. യമൻ ആൻഡ് സൗദി അറേബ്യയിൽ കാണുന്ന ഐറ്റമാണ്. ഇത് ഓരോന്നും ഗ്ലാസ് ഐറ്റമാണ്. ഗ്ലാസ്സിനകത്ത് വേണ്ട. ഇതൊക്കെ നമ്മുടെ പൂച്ച.
പൂച്ചച്ചൻ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണും. ലോക്കലി ഫൗണ്ട് കാർക്കാവ്, ലോക്കലി ഫൗണ്ട് കുവൈറ്റ്. തുർക്കിഷ് വേർഡ് യമനി ബ്ലാക്ക് ഹെഡ്. വെട്ടം കുറച്ചിട്ട് കാടിന്റെ വവ്വാലാന്ന് തോന്നുന്നു. വവ്വാല നാട്ടിലെ വവ്വാലിനെ കൂട്ടല്ലേ വെളുത്തിരിക്കുന്നു. തിന്നു നായി. ഇത് ഗുഹ കൂട്ടാണ്. അതിന് പറ്റിയ സൗണ്ടും വൈൽഡ് ലൈഫ് സൗണ്ട് വരെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ കണ്ട ഈജിപ്ഷ്യൻ ഫ്രൂട്ട് ബാറ്റ്. പാണ്ടയോ? എവിടെ ഇരിക്കുന്ന സാധനം? ഇത് ഓരോരുത്തരത്തും ഇരിക്കുന്ന കണ്ടുപിടിക്കണമല്ലോ ഇനി നമ്മളിവിടെ. കണ്ടോണ്ടിരിക്കുന്നത് കണ്ടാ? രണ്ടു മൂന്നെണ്ണം ഉണ്ട്. ആ ഉണ്ടോ, മേളിലൊരെണ്ണം, താഴെ ഒരെണ്ണം, മൂന്നെണ്ണം. എന്ത് സാധനം? വേണ്ട, ഈ ഐറ്റമാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. എൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നു. പിഗ്മി സ്ലോ ലോറീസ് എവിടെ കാണപ്പെടുന്നത്? സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഐഷുവിന് കാണാൻ പറ്റാത്ത എന്റെ ഐഷു പേടിപ്പിക്കല്ലേ അതിനെ. എന്ത് സാധനം എന്തേ? എന്ത് ചെറിയ ഐറ്റോ? സ്മോൾ ഐറ്റമാണ്. അതിന് ചെറിയൊരു ഗുഹ കൂട്ടം ഉണ്ടാക്കി കൊടുത്തേക്കുന്ന അകത്ത്. എൻ്റെ ഗുഹയാണ് അതിൻ്റെ. നാട്ടിലെ എലിയാണ് എടാ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ എലിയാണ് കേട്ടോ. അയ്യോ, മൂങ്ങ. നമ്മുടെ നാട്ടിലെ മൂങ്ങ. മൂങ്ങ, യുറേഷ്യൻ ഈഗിൾ. യുറേഷ്യൻ ഈഗിൾ. ഫോക്സാ എവിടെ? ആ, നമ്മുടെ ഈ ഫോക്സ് ഫെൻസ് മോണോഗാമസ്. ഇവിടെ കുറെ ഉണ്ടല്ലോ. മണ്ണിന്റെ ഇടയ്ക്ക് അയ്യോ പാമ്പ്. ജീവനുണ്ടോ എന്തോ? പാമ്പ് ചത്തയാണിത്. ഈ മണ്ണിന്റെ ഇടയ്ക്ക് ഈ മരുഭൂമിയിലൊക്കെ അറേബ്യൻ ഹോണ്ട്. ലൈവ് ലൈവ്. Don't you see? Where is it? Where? That yes. Rat? Yearbow. Live mouse. Not mouse. Really? Yeah. Really. Mouse. കുഞ്ഞിതാ കണ്ടോ? ഇതെന്താ പെരുമ്പാമ്പോ? ഇതെല്ലാത്തിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം സമ്മതിക്കണം കേട്ടോ. എവിടെ? നാട്ടിലല്ലേ? അനാക്കോണ്ട. അല്ല anaconda. Yeah, I know that. It's like, but not anaconda. Okay. It's similar. This one, it's like anaconda, but okay. It's not anaconda. Okay. Yes. It's a different variant or different species. Okay. Yes. This one, you can find it here in Kuwait. This one you can't find it here. Okay. Where is origin or where in Asia? It outside. Maybe in Australia or something like the coastal area. This is alive or what? Yes, alive. All the things in the here are alive? Yes, everything. So how you are feeding means? It's. I know about the fish. Yeah, you mean the shark? The okay. Shark. Every Monday we give him the food. Monthly you are giving? Monday. Monday. Monday, yes. So weekly you are feeding for this our shark.
Okay. And this it's yani the sand cart. Okay. Sometimes we give the food at 2 o'clock. 2 o'clock? Yes. Timing, each hour timing, right? This timing. Okay. 8 people can feed the shark, huh? Yes, 8 people by the group. Group. The ticket, it's the price 1.25. For feeding also another ticket required? Feed give the food for animals. Okay. And you can take the tour. Okay. അപ്പം ഫീഡ് ചെയ്യുന്നതിന് അത് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്. അതിന് ഓരോന്നിനും ടൈമിംഗ് ഉണ്ട്, ഫീഡിങ് ടൈം. അപ്പം ഷാർക്കിനാണ് 8 പേര് ടീമായിട്ട് അലോ ചെയ്യും. അതിൻ്റെ ഞാൻ ടൈമിംഗ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഓ, ഇതെന്താണിത്? ഫോട്ടോഷൂട്ട്. നല്ല മണമുണ്ട്. നല്ല മണമുണ്ട്. എന്താ നല്ലൊരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ലേ? നാട്ടില് ഇതൊക്കെ വളരാൻ വേണ്ടിയുള്ള വളവും വെള്ളവും ഒക്കെ അല്ലേ? ഒരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഇതിനകത്ത്. താഴെ കൂടെ ഒന്നും വരാൻ പറ്റത്തില്ല. വേണ്ട, ഇതിനകത്ത് പെൻഗിനാണോ ഈ കാണുന്നത്? ഈ കിടക്കുന്ന സാധനം കണ്ട വാവാ സുരേഷ് കണ്ട അപ്പോൾ എടുത്തോണ്ട് വരല്ലേ? അയ്യോ, പൈത്തനോ? പൈത്തൻ. അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ സെറ്റപ്പ് ചെയ്ത് അതിനകത്ത് ഇട്ടേക്കുവാണ്. ജീവനുണ്ട് കേസ്. അയ്യോ, തല കണ്ടില്ലേ? എന്തോ സാധനം, എന്തോ അത്? മീനാണോ? ഫിഷ്. ഇതെന്ത് മീനാണിത്? 2-3 തരം മീനുണ്ടല്ലേ? ഇതെന്താ നീല കളർ മീൻ? ഇത് ഓരോ ഗ്രൂപ്പായിട്ടാണ് കേട്ടോ സഞ്ചരിക്കുന്നത്. എല്ലാ മീനും ഓരോ ഗ്രൂപ്പായിട്ടാണ് സഞ്ചരിക്കുന്നത്. മീനെല്ലാം കോൺഗ്രസ്സുകാരാന്ന് തോന്നുന്നു. സത്യത്തിൽ ഇത് മീൻ തന്നെ ആണോ? അത് ജസ്റ്റ് ഓരോ മീനും കാണുമ്പോൾ നമുക്ക് ഡൗട്ട് കാണും ഇത് റിയൽ ആണോ എന്ന്. കാരണം അത്രയ്ക്ക് ഒരു ഗ്ലിറ്ററിങ് ആണ് ഓരോന്ന്. നല്ല സൗണ്ട് അല്ലേ കിളിയുടെ? ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്ക് വന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് ചാടിപ്പോകാൻ പറ്റത്തില്ലല്ലേ? ഓരോ തരം ഫിഷാണ്. ഐഷുവിന് കാണാൻ വേണ്ടി ചെയ്യുന്നു. ഇവിടെ സ്റ്റെപ്പിൽ നമുക്കിവിടെ കയറിയിരുന്ന് കാണാൻ പറ്റും ആൾക്കാർ ഇതിനെ ഫീഡ് ചെയ്യുന്ന ഓരോ ടൈമിൽ. പക്ഷെ ഇപ്പം കൊറോണ ആയതുകൊണ്ട് അത്രയ്ക്ക് എല്ലാവരും അലോ ചെയ്യത്തില്ല. ഓരോ ഗ്രൂപ്പായിട്ട് വന്നാലേ അലോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആഫ്രിക്കൻ പെൻഗിനാണിത്. ഇത് മൊത്തം വിവിധതരം ഫിഷാണ്. കാരണം നമ്മൾ അക്വേറിയം സെക്ഷനാണ് എടുത്തുകൊണ്ട്. പക്ഷേ ഇതുകൊണ്ട് മുഴുവൻ ഫിഷിൻ്റെ ആണ് കൂടുതലും. ഫിഷും സ്നേക്കും അതുകൊണ്ടുള്ള ബേഡ്സുമാണ് നമ്മൾ കാണുന്നത്. ഓരോ സ്ഥലത്തും ഇതേകൂട്ടുള്ള പാറകളും കൊണ്ട് വെച്ചിട്ടുണ്ട്. AC-യിൽ അവർക്ക് വേണ്ട ടെമ്പറേച്ചർ സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അയ്യോ, നമ്മളങ്ങനെ എക്സിറ്റ് ആയി എന്നാണ് തോന്നുന്നത്. അയ്യോ, ഇവരിവിടെ പോയി. ഇടയ്ക്ക് വെച്ച് വഴി തെറ്റിപ്പോയി. അവർ വേറൊരു വഴിക്ക് പോയി, ഞാൻ വേറൊരു വഴിക്ക് പോയി. പിന്നെ അവസാനം തിരിച്ചു കിട്ടി. വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഇത് അക്വേറിയം സെക്ഷനാന്ന് തോന്നുന്നു കേട്ടോ. എന്ത് പാമ്പാണോ ഇത്? അപ്പൊ ഇതെന്തോ മീനാണോ? പാമ്പിന്റെ കൂട്ടത്തെ മീനോ? കോറൽ ക്രൂപ്പർ, സ്നോഫ്ലേക്ക് മോർവർ. അയ്യോ, മീൻ. ഇതെന്താണിത്? അവിടെ ഉണ്ടോ? ഐഷു വിളിക്കുന്നുണ്ടോ?
ഫിഷ് ഫിഷ്. നല്ല തിളക്കമല്ലേ ഇതിന്? ഫ്ലൂറസന്റ് തിളക്കം. അത് നത്തോലിയാ? ചുമ്മാതെ. White spine foot, nose tripod fish. ഓരോ ഫിഷിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേസ്. നാട്ടിലെ ഗോൾഡൻ ഫിഷ്. കടൽക്കുതിര എന്തേ? ആ ബണ്ടൻ പെപ്പി ഫിഷ്. ഹായ് കടൽക്കുതിര. Yes. Hi. Aishu. What is this? Fish? Fish? Fish in a bowl. Touch. Why you are getting fear? Wow. നീല ഉജാലമുക്കിയ കളറിലുള്ള ഫിഷാണല്ലോ ഇത്. വാവ് വാവ്. ഇതെന്തോ ഫിഷോ? ആ സമയത്ത് പൊങ്ങി വരുന്ന വെയിറ്റ് ചെയ്തു. ഇതെല്ലാം കൂടെ ഒരു ഫിഷാണോ പലവിധം ഫിഷാണോ? ഇതെന്താ ഇങ്ങനെ പകുതി മണ്ണിലും പകുതി വെള്ളത്തിലും? ജെല്ലി ഫിഷ്. എന്തൊരു മീനാണോ എന്തോ? ജെല്ലി ഫിഷ്. മൂൺ ജെല്ലി ഫിഷ്. പലവിധ കളർ. ഇത് നോക്കിയേ, ഇതിന്റെ കളറാണോ അത്? യെസ്, ജെല്ലി ഫിഷ് ആണ്. കളർ ഇത് ലൈറ്റ് അടിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ കളർ ചേഞ്ചസ് ആവും. ആമ. സോ അങ്ങനെ നമ്മൾ എലിവേറ്ററിന്റെ ഭാഗത്തെത്തി. സ്റ്റെപ്പ് വഴി തിരിച്ചു പോവാം. അയ്യോ താഴെ പോയി. എന്നെ പോവാതെ കൊണ്ടുപോയി. ഇനി ഗ്രൗണ്ട് ആണോ ഫസ്റ്റ് ആണോ? യെസ്, അങ്ങനെ നമ്മൾ അക്വേറിയം, അടുത്ത അക്വേറിയം ആണോ അല്ലാണ്ട് വേറൊരു അക്വേറിയം? വീണ്ടും അക്വേറിയം ഉണ്ടല്ലേ. അടുത്ത അക്വേറിയം. വാവ്, നമ്മൾ ഓരോ അക്വേറിയത്തിലും സൈസ് വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലേ. അക്വേറിയം ഷോസ് ഉണ്ടോ ഇവിടെ? I'll follow you into the park, through the jungle, through the dark. God, I never loved one like you. കടലിനടിയിലുള്ള പവിഴപ്പുറ്റുകളും ആ ഒരു ഭംഗിയും എന്താ പറയുക, വളരെ നല്ല രീതിയിൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമ്മതിക്കണം. ഷാർക്കാ? ഇത് സത്യത്തിൽ ഇത് കടലിന്റെ താഴെയാണോ? 3Dയോ? ഏതാ റെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ചത്തോട്ട് കിടക്കുകയല്ല കേട്ടോ. അതെ ഇത് കണ്ട, നേരത്തെ നമ്മൾ കണ്ട തെരണ്ടിപാല് മീൻ. ഗേസ്, ഇത് വലിയൊരു അക്വേറിയമാണ്. 3D സെറ്റപ്പാണ്. തിക്ക് ഗ്ലാസ് ആണ്. ഷാർക്കിൻ്റെ സ്മാൾ സൈസാണ് ഈ കാണുന്ന
ഈ കാണുന്ന മീന്. അകത്തോട്ട് ചെല്ലുമ്പോൾ ബിഗ് ഷാർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. Black fish, white fish. Touch. Aishu ഭയങ്കര. Okay, this is recreated, right? Yeah. And how many of this, like this is the big one or more some like this? No, there is another big one there. Which are the big fishes in this your centers? Shark. We have the sharks. The sharks are in the other pool. Right there, you're gonna see them. There are 3 sharks. Okay. Different species. Okay. But I'm not sure what are their species, but you're gonna see them right there. Okay. This which model fish or is its origin is in Kuwait or something else? In Kuwait. In Kuwait. Okay. How age can you predict this? I don't know what's the age. Okay. Okay, thank you. You're welcome. Big. Yeah. പിടിക്ക് മീനെ പിടിക്ക് catch, go and catch. ഈ ഷാർക്കിനെ നമ്മളെ നടക്കുന്ന അക്വേറിയം മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നു. This is also shark? Yeah. Different types of shark, right? Yeah. The point of this whole week is because some people wanted to know how it feels when you're underwater. Okay. So when you're walking here, you feel kind of dizzy, right? See here, right? Yeah, because it's 3D, and if you are underwater, you're gonna see this. Yeah, that's why I'm checking like this. This is some lens type of glass, I think. Yeah. It's very thick. That it make it, if I'm going close, one time I fell here. I became dizzy and I fell. You fell there? Yeah. Okay. It was my first time. And then? ഇത് മറഞ്ഞു വേണം. ഇത് 3D type glass ആണ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി. ഇത് മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നല്ലേ? ഇത് മൂവ് ചെയ്യുന്ന? Yeah, moving. Yes. ഇല്ല മൂവ് ചെയ്യുന്നില്ല. ഗേസ് ഇത് നമ്മളതിന്റെ താഴോട്ട് പോയപ്പോഴാണ് ഇത് 3D ആണ്. നമ്മൾ ഇത്രയും ക്ലോസ് നടന്നു നേരിട്ട് വന്നാലേ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. നമ്മളിങ്ങനെ വരുമ്പോൾ മൂവ് ചെയ്യുന്നോട്ട് നമ്മൾ ജസ്റ്റ് ഫീടുന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടും 3D ഗ്ലാസ് ആയതുകൊണ്ട്. വലുത് ഇത്ര ഉള്ളോ? അല്ല അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. This is the only pool that we have that has natural corals. നാച്ചുറലാ? The rocks, the sand. So this is inside the sea, right? No. Then? We brought it here. കടലിൽ നടത്തോണ്ടതാ മണ്ട ഇത് ബിൽഡിംഗ് ആണ്. പിന്നെ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ അവരത് കൊണ്ടുവച്ചത് നാച്ചുറലി അവരിവിടെ കൊണ്ടുവച്ചത്. ഓ ഗൈസ് ഇതാണ് ഏറ്റവും കാണേണ്ട ഐറ്റം. ഷാർക്കിൻ്റെ ബിഗ് അക്വേറിയാണിത്. ഉള്ളതിൽ വലിയ അക്വേറിയാണിത്. ഇവിടെ ഷാർക്ക് നമുക്ക് ഫീഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. നമുക്ക് മുമ്പ് പറഞ്ഞു വിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് ഫീഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഗൈസ് ഇത് 2 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. 2 മണി തൊട്ട് 8 മണി വരെയാണ് ഇപ്പോഴത്തെ ടൈമിങ്. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് കുവൈറ്റിലുള്ളതിൽ വെച്ച്. സോ മസ്റ്റായിട്ട് വന്ന് കാണുക. വേറൊരു ലെവൽ അനുഭവമാണ്. നമുക്ക് അവധി കിട്ടും ജസ്റ്റ് ഇതുകൊണ്ടുള്ള പ്ലേസിൽ വന്നാൽ നമുക്ക് മൈൻഡും എല്ലാം ഒന്ന് റിഫ്രഷ്ഡ് ആവും. സോ മസ്റ്റ് വാച്ചബിൾ ആണ്. വരുന്ന ആരാ നോക്കി ഐഷു പിടിച്ചിട്ട് കൊടുക്കട്ടെ.
ബേബി അയ്യോ എന്ത് നീളമല്ലേ. സോ ഗൈസ്, ഇതാണ് ലാസ്റ്റ് സെക്ഷനായിരുന്നു. ഷാർക്കായിരുന്നു ഫൈനൽ സെക്ഷൻ. അതിനുശേഷം ചെറിയ ഷോപ്പിംഗ്, ചെറിയ ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്, നമുക്ക് വാങ്ങിക്കാം. ക്യാപ്പും ഐറ്റംസും എല്ലാം. അങ്ങനെ നമ്മൾ ഫിഷ് അക്വേറിയം കണ്ടു കഴിഞ്ഞ് വെളിയിലിറങ്ങിയിരിക്കുകയാണ്. സോ അക്വേറിയം കണ്ടു, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. കുവൈറ്റിൽ വന്നിട്ട് കാണാതിരിക്കരുത്, മിസ്സാക്കരുത്.